The next topic ആണ് hydraulic jump or standing wave. It's really very important. ഈ hydraulic jump എന്താണ്, അതിൻ്റെ applications, then uses, അതുപോലെ തന്നെ types of hydraulic jump. It's really very important ആണ്. So let's see what is this hydraulic jump. So ഇവിടെ ജസ്റ്റ് ഒരു ഡാം ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഡാം ഉണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഇതിൻ്റെ ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോൾ അതിൻ്റെ അപ്സ്ട്രീം സൈഡിലായിട്ട് എന്ത് പറ്റും, ചെറിയൊരു ഒരു സ്ലോ റേറ്റിൽ ഈ ജസ്റ്റ് ഡെപ്ത് ഓഫ് വാട്ടർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ, ഈ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലിട്ട് എന്താ സംഭവിക്കുന്നത്, ഓക്കെ, ഈ വാട്ടർ താഴേക്ക് വന്നിട്ട് കണ്ട് ചെറിയൊരു ഷോർട്ട് ലെങ്ത്തിൽ തന്നെ എന്ത് പറ്റുകയാണ്, അവിടെ ഒരു ജസ്റ്റ് ഷോർട്ട് ലെങ്ത്തിൽ തന്നെ ഡെപ്തിന് നല്ല വേരിയേഷൻസ് സംഭവിക്കുകയാണ് അല്ലേ. സോ ഈ ഒരു കേസിൽ ഞാൻ ഇത്രയും മാർക്ക് ചെയ്തേക്കുന്നത്, ഇത്രയും പോർഷനാണ് ഞാൻ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. സോ ഈ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര ഉണ്ട്. അതായത് ഇവിടെ വന്നിട്ട് കണ്ടോ, ഈ ഒരു സെക്ഷൻ വണ്ണിൽ എങ്ങനെയാണ്, സെക്ഷൻ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇങ്ങനെ നല്ലൊരു ജമ്പ് പോലെ പെട്ടെന്ന് അങ്ങ് വാട്ടർ റൈസ് ചെയ്ത് പോവാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 1 ജമ്മിന് തൊട്ടുമുമ്പുള്ള ഈ പോർഷൻ, ഈ സെക്ഷൻ 1 ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്ലോ ആണ്. സോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്ലോ, ആ ഫ്ലോയുടെ ആഗ്രഹം എന്തായിരിക്കും, അത് സ്റ്റേബിൾ ആയിട്ട് മാറണമെന്നാണ് അല്ലേ. സോ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഷൂട്ടിംഗ് ഫ്ലോ ആയ കാരണം അത് വാട്ടർ പെട്ടെന്ന് തന്നെ അതിൻ്റെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ട് അത് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ലെവൽ ഇതാണെങ്കിൽ, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും താഴെയാണ് ഡെപ്ത് ഓഫ് വാട്ടർ എങ്കിൽ എന്ത് പറ്റും, അവിടെ സംഭവിക്കുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. സോ ഇവിടെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ, അതായത് ഈ ഡെപ്ത് എന്താണ്, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുഞ്ഞ് ഡെപ്ത് ആണ്, അവിടെ ഒരു എന്താണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ് അല്ലേ. സോ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ സമയത്ത് ഉണ്ടാകുന്ന റൈസ് ഓഫ് വാട്ടർ ലെവലിനാണ് വി വിൽ കോൾ ഇറ്റ് എസ് ഹൈഡ്രോളിക് ജമ്പ്. അപ്പോൾ എന്ത് ട്രാൻസ്ഫോർമേഷൻ ടൈമിലുള്ള റൈസ് ഓഫ് വാട്ടർ ആണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സോ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുമ്പോൾ അവിടെ കുറേ എനർജി ലോസ് ചെയ്യുന്നുണ്ട്, എഡീസും ടർബുലൻസും ഒക്കെ കാരണം ഒത്തിരി എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. സോ ആ എക്സസ് ആയിട്ടുള്ള എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന കാരണം അങ്ങോട്ടേക്കുള്ള ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ഫ്ലോ ചെയ്യുമ്പോൾ എനർജി കുറഞ്ഞു പോകുന്ന കാരണം അതിൻ്റെ എറോഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിൽ കുറഞ്ഞു പൊക്കോളും. എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ് ഈ ഹൈഡ്രോളിക് ജമ്പ്. ദെൻ ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് നോട്ടിൽ തന്നിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ബ്രീഫായിട്ടേ പറയുന്നുള്ളൂ. അതായത് അപ്സ്ട്രീം സൈഡ്, ഈ ഫസ്റ്റ് സെക്ഷൻ ഇല്ലേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെക്ഷൻ, ഓക്കെ. ഈ ഫസ്റ്റ് സെക്ഷൻ, ഈ ഷൂട്ടിംഗ് ഫ്ലോയുടെ കേസിലുള്ള ഈ ഫസ്റ്റ് സെക്ഷൻ്റെ കേസിലുള്ള ഫ്ലൂയിഡ് നമ്പർ ബേസിസിലാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് സെക്ഷനിലെ ഫ്ലൂയിഡ് നമ്പർ എങ്ങനെയായിരിക്കും, V1, ഫസ്റ്റ് സെക്ഷനിലെ വെലോസിറ്റി V1 ഡിവൈഡഡ് ബൈ റൂട്ട് G D1 എന്നാണ് ഇക്വേഷൻ. ഓക്കെ, റൂട്ട് G D1. സോ ഈ കേസിൽ D1 എന്ന് പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് സെക്ഷനിലെ ഡെപ്ത് ആണ്. ഓക്കെ, സോ FE1 is equal to V1 by root GD1. ഈ FE1ൻ്റെ വാല്യൂ 1 to 7 ആണെങ്കിൽ, 1 എബോവ് ആകുമ്പോഴാണ് എന്താണ് ഷൂട്ടിംഗ് ഫ്ലോ ആവുന്നത് അല്ലേ. ഫ്ലൂയിഡ് നമ്പർ 1നേക്കാളും കൂടുതലാകുമ്പോഴാണ് ഷൂട്ടിംഗ് ഫ്ലോ ഒക്കെ ചെയ്യുന്നത്. സോ അണ്ടുലാർ ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ ഫ്ലൂയിഡ് നമ്പർ കുറവാണ്, ദാറ്റ് ഇസ് 1 to 1.7 ആണ്. എനർജി ഡിസിപ്പേഷൻ 5% ആണ്. അവിടെ ചെറിയ സർഫസിൽ ചെറിയ അണ്ടുലേഷൻസ് ആയിരിക്കും ഉണ്ടാവുള്ളൂ കേട്ടോ. ദ നെക്സ്റ്റ് വൺ വീക്ക് ജമ്പ്. വീക്ക് ജമ്പ് എന്നാണ്, ഫ്ലൂയിഡ് നമ്പർ 1.7 to 2.5 ആണ്. എനർജി ഡിസിപ്പേഷൻ 20% ആണ്. അപ്പോൾ അവിടെ ചെറിയ റോളേഴ്സ് ഒക്കെ അവിടെ ഫോം ചെയ്യും, ചെറിയ റോളേഴ്സും. അതുപോലെ തന്നെ വെലോസിറ്റി ഏകദേശം യൂണിഫോം ആയിരിക്കും. സോ ഇങ്ങോട്ടേക്ക് പോകുന്ന അപ്സ്ട്രീമിലേക്ക് പോകുന്നവരും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും അവിടെ. ദെൻ ഓക്സിലേറ്റിംഗ് ജമ്പ് എന്ന് പറഞ്ഞാൽ എനർജി ഡിസിപ്പേഷൻ 20 to 45%. ഈ ഫ്ലൂയിഡ് നമ്പർ 2.5 to 4.5. ഇത് പഠിക്കാൻ എളുപ്പമാണ്. 1.1, 1.7, then 2.5, 4.5, 9, then above 9, അങ്ങനെയാണ്. അപ്പോൾ ഓർഡർ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഓക്സിലേറ്റിംഗ് ജമ്പിൻ്റെ കേസിൽ എനർജി ഡിസിപ്പേഷൻ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് വളരെ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ ആയിട്ടുള്ള ജമ്പ് ആയതുകൊണ്ട് നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, ദെൻ സ്റ്റഡി ജമ്പ് അത്യാവശ്യം നല്ല ജമ്പാണ്. അത്യാവശ്യം അത്രയും ഒരു ഡിസ്ട്രക്റ്റീവ് പാറ്റേണിലുള്ള ജമ്പല്ല, അന്ന് അത്യാവശ്യം നന്നായിട്ട് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നതാണ്. ഈ കേസിലുള്ള ഫ്ലൂയിഡ് നമ്പർ എത്രയാണ്, ഫസ്റ്റ് സെക്ഷനിലെ ഫ്ലൂയിഡ് നമ്പർ 4.5 to 9 ആണ്.
ദ ലാസ്റ്റ് വൺ ആണ് സ്ട്രോങ് ജമ്പ്. അതിൻ്റെ എനർജി ഡിസിപ്പേഷൻ വളരെ കൂടുതലാണ്, 85% ആണ്. ദിസ് ഫ്ലൂയിഡ് നമ്പർ ദ ഫസ്റ്റ് സെക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയാം, സ്ട്രോങ് ജമ്പ് എന്ന് പറയും. സോ അതിൻ്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ദ നെക്സ്റ്റ് വൺ ഇസ് എക്സ്പ്രഷൻ ഫോർ ഡെപ്ത് ഓഫ് ഹൈറോളി ജമ്പ്. സോ ഡെപ്ത് ഓഫ് ഹൈറോളി ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൊട്ടുമുമ്പുള്ള ആ ഫിഗറിനകത്ത് ഫസ്റ്റ് സെക്ഷൻ ആൻഡ് സെക്കൻഡ് സെക്ഷൻ ഉൾപ്പെടുന്ന ആ ഒരു പോർഷനെ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഓക്കെ, ഈ ഫസ്റ്റ് സെക്ഷനിലെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ D1 ആണ്, സെക്കൻഡ് സെക്ഷനിലെ ഡെപ്ത് D2. ദെൻ ഡെപ്ത് ഓഫ് ഹൈറോളിക് ജമ്പ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഹൈറോളിക് ജമ്പ് മീൻസ് ഈ രണ്ട് സെക്ഷനിലെയും വാട്ടർ ലെവൽ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് D2 മൈനസ് എന്തായിരിക്കും, മൈനസ് D1 ആണ്. സോ D2 മൈനസ് D1ൻ്റെ കേസിൽ നമുക്ക് D2ന് ഒരു എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ D2ൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എക്സ്പ്രഷൻ മൈനസ് D1 ആണ് ഡെപ്ത് ഓഫ് ഹൈറോളിക് ജമ്പ്. ഓക്കെ, സോ D2ന് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് എക്സ്പ്രഷൻ മൈനസ് D1 ആണ് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഹൈറോളിക് ജമ്പ്. സോ ഇതിനും നമുക്ക് 3 അസംഷൻസ് ഉണ്ട്. അപ്പോൾ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 അസംഷൻസ് എഴുതിക്കോളാം. ദാറ്റ് ഇസ് ഫ്ലോ യൂണിഫോം ആണ്, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഹൈഡ്രോസ്റ്റാറ്റിക് ആണ്, ജമ്പിന് മുമ്പും ജമ്പ് കഴിഞ്ഞിട്ടും ഹൈഡ്രോസ്റ്റാറ്റിക് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിൽ നമുക്കറിയാം ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും അല്ലേ, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കാണും, അത് വളരെ സ്മോൾ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളയുകയാണ്. പിന്നെ ലാസ്റ്റ് അസംഷൻ മീൻസ് ഈ ബെഡിൻ്റെ സ്ലോപ്പ് വളരെ സ്മോൾ ആയ കാരണം ഈ വെയ്റ്റിൻ്റെ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയ്റ്റിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് 0 ആയിട്ട് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഡയറക്ഷനാണ് ഫ്ലോ ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരു ബെഡ് സ്ലോപ്പ് കാണും, ഇവിടെ ബെഡ് സ്ലോപ്പ് കാണും. സോ ഈ വെയിറ്റ് എങ്ങനെയല്ല ആക്ട് ചെയ്യുന്നത്, വെയിറ്റ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യും. ഇത് പ്യുവർലി ഇങ്ങനെ സ്ലോപ്പ് ഇല്ല, ഇത് സ്ട്രെയിറ്റ് ആണെങ്കിലാണ് എങ്ങനെയാണ് വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഇനി അതല്ല കുറച്ച് സ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, അതായത് ഇങ്ങനെ സ്ലോപ്പി മാനറിലാണ് പോകുന്നതെങ്കിൽ വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യാണ്. അപ്പോൾ ഫ്ലോയുടെ ഡയറക്ഷനിൽ ഈ വെയിറ്റിന് ഒരു കമ്പോണൻ്റ് ഉണ്ട്, പിന്നെ ഈ ഫ്ലോയ്ക്ക് നോർമലായിട്ടും ഒരു കമ്പോണൻ്റ് കാണും ഇല്ലേ. ഓക്കെ, സോ ഈ ഐയുടെ വാല്യൂ വളരെ കുറവാണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ഒക്കെ ആണെങ്കിൽ എന്താണ് ഈ കമ്പോണൻറ്റ്, ഈ ഫ്ലോ ഡയറക്ഷണൽ കമ്പോണൻറ്റ് എന്താണ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, സോ ഈ ഐയുടെ വാല്യൂ വളരെ കുഞ്ഞതായ കാരണം നമുക്ക് ഈ വെയിറ്റ് മാത്രം, ഫ്ലോ ഡയറക്ഷണൽ കമ്പോണൻ്റ് ഇല്ല, ജസ്റ്റ് ആ വെയിറ്റിൻ്റെ കറക്റ്റ് ഡൗൺവേർഡ് ഡയറക്ഷൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. സോ വെയിറ്റിൻ്റെ കമ്പോണൻറ്റ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഓരോ ടേംസ് എഴുതിയിട്ടുണ്ട്. Z1 ബാറും Z2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെക്ഷനിലെയും ഇപ്പോൾ സെൻട്രോയിഡ് ഇവിടെയാണ് അസ്യൂം ചെയ്യുക. ഓക്കെ, ഈ സെൻട്രോയിഡ് തൊട്ട് ഈ വാട്ടർ ലെവൽ വരെയുള്ള ഈ ഡിസ്റ്റൻസിനാണ് Z1 ബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലെ സെൻട്രോയിഡ് എവിടെയാണോ ആ സെൻട്രോയിഡ് തൊട്ട് വാട്ടർ ലെവൽ വരെയുള്ള വാട്ടർ സർഫസ് വരെ ഡിസ്റ്റൻസ് ആണ് Z2 ബാർ എന്ന് പറയുന്നത്. സോ Z1 ബാറും Z2 ബാറും എന്താ നോട്ട് ചെയ്യുക. ദെൻ വി ഹാവ് A1 ആൻഡ് A2, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. സോ മെയിൻലി നമുക്കിവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ടിലും P1 P2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഫ്ലോയുടെ ഈ ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നെഗ്ലിജിബിൾ ആയാലും അത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ള രണ്ട് ഫോഴ്സാണ് പ്രഷർ ഫോഴ്സും രണ്ട് എൻഡിലുള്ള പ്രഷർ ഫോഴ്സസ് ആണ്. സോ P1 ഉം P2 എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. So here we have this Q is equal to discharge per unit width എന്ന് പറഞ്ഞാൽ എന്താണ്, V1 D1 again equal to V2 D2. അത് നമ്മൾ നേരത്തെ ഏകദേശം നോക്കിയിട്ടുള്ളതാണ്. ബിക്കോസ് Q by B ആണ് എന്ത്, this capital this small letter Q. ഓക്കെ, സോ Q എന്ന് പറഞ്ഞാൽ എന്ത് വരും, Q എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ ഏരിയ എന്ന് പറഞ്ഞാൽ B ഇൻറ്റു H എന്ന് വരും, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V വരും. സോ ഡിവൈഡ് ബൈ ബിയും കൂടി വരുമല്ലേ. ഓക്കെ, സോ ഈ ബിയും ക്യാൻസൽ ചെയ്യും. പിന്നെ എന്തേ ഉള്ളൂ, H ഇൻറ്റു വി അല്ലെങ്കിൽ D ഇൻറ്റു വി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് D ആണ് കേട്ടോ. സോ ദിസ് സ്മോൾ ലെറ്റർ Q ഈസ് ഈക്വൽ ടു V1 D1 ഇസ് അഗൈൻ ഈക്വൽ ടു V2 D2. ഈ റിലേഷൻ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് പ്രോബ്ലം ചെയ്യാൻ നേരത്ത്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P1 ഉം P2 ആണ്. സോ പ്രഷർ ഫോഴ്സസ് എന്താണെന്ന് എഴുതണം. നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് പഠിച്ചിട്ടുള്ളതാണ്.
ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഇക്വേഷൻ റോ ജി എ എച്ച് ബാർ എന്നാണ് ഇക്വേഷൻ. എച്ച് ബാറിന് പകരം ഇവിടെ Z1 ബാർ എന്നാണ് കൊടുത്തേക്കുന്നത്. സോ റോ ജി കൊടുത്തു. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് വിഡ്ത്ത് ആണ്. അതായത് ഒരു ചാനലിൻ്റെ യൂണിറ്റ് ബി ഈസ് ഈക്വൽ ടു 1 ആയിട്ടുള്ള കേസിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുള്ളൂ ഡെറിവേഷൻ്റെ ഉള്ളിൽ. സോ ബിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുവാണ്? 1 ആയിട്ട് കൊടുക്കുവാണ് കേട്ടോ. സോ ഇൻറ്റു 1 വന്നതെന്ന് വിചാരിക്കരുത്, ബിയുടെ പ്ലേസിൽ 1 ആണ് കേട്ടോ. ദെൻ Z1 ബാർ എന്ന് പറയുകയാണെങ്കിൽ റെക്ടാങ്കുലർ ചാനലായ കാരണം അതിൻ്റെ സെൻറ്റർ കറക്റ്റ് നടുക്കായിട്ടായിരിക്കും വരുന്നത്. സോ D1 ഡെപ്തിലാണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് തൊട്ട് വാട്ടർ ലെവലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ D1/2 ആണ്. സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. സിമിലർലി സെക്ഷൻ 2ലുള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റോ ജി A2 H2 ബാർ അല്ലെങ്കിൽ Z2 ബാർ എന്നാണ്. Z2 ബാർ എന്ന് പറഞ്ഞ കേസിൽ എന്ത് വരും? D2/2 എന്ന് വരും. സോ അങ്ങനെ P1 ഉം P2 എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. പിന്നെ ഈ കേസിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം P1 ആണോ P2 ആണോ വലുത്? P2 ആണ് വലുത് അല്ലേ? സോ അതുകൊണ്ടാണ് P2 മൈനസ് P1 എടുക്കുന്നത് കേട്ടോ. സോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 മൈനസ് P1 ആണ്. ദാറ്റ് ഈസ് റോ ജി D2²/2 മൈനസ് റോ ജി D1²/2. സോ റോ ജി/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ജസ്റ്റ് ടേക്ക് ഔട്ട് സൈഡ്. സോ ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യത്തിനോട് ഇക്വേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം in the direction of force നോട് ഇക്വേറ്റ് ചെയ്യാണ്. ബിക്കോസ് നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറയുവാണെങ്കിൽ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് അല്ലേ? സോ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. മാസ് പെർ സെക്കൻഡ് എന്ന് പറയുവാണെങ്കിൽ അതെന്താണ്? റോ ഇൻറ്റു ക്യൂ എന്നാണ് ഇക്വേഷൻ. റോ ഇൻറ്റു ക്യൂ. സോ ഈ സ്മോൾ ആയിട്ട് ക്യൂ, അതായത് ഈ കേസിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബി ഈസ് ഈക്വൽ ടു 1 അല്ലേ? സോ ബി ഈസ് ഈക്വൽ ടു 1 ആയ കാരണം ഈ ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു, അതായത് ക്യൂ ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണല്ലേ? ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ബി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. ആൻഡ് ഈ 1 ബിയുടെ പ്ലേസിൽ 1 ആകുമ്പോൾ എന്താണ്? ഈ ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ലെറ്റർ ക്യൂവും സെയിം ആണ്. അതുകൊണ്ടാണ് ഈ റോ ക്യൂയുടെ ഇക്വേഷൻ്റെ ഉള്ളിൽ ക്യാപിറ്റൽ ക്യൂവിന് പകരം സ്മോൾ ലെറ്റർ ക്യൂ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ. സോ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക, റോ ഇൻറ്റു ക്യൂ എന്നായിരിക്കും മാസ് പെർ സെക്കൻഡ്. ഓക്കെ. ഇനി ഇൻറ്റു ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V1 മൈനസ് V2 ആണ്. സോ മാസ് പെർ സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ റോ ഇൻറ്റു ക്യൂ ആണ്. പിന്നെ അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ V1 മൈനസ് V2 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പെർ സെക്കൻഡ് ഉണ്ട്, പിന്നെ നെറ്റ് ഫോഴ്സ് ഉണ്ട്. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു V1 എന്നുള്ള ടേം ഉണ്ട്, V2 എന്ന് പറഞ്ഞ ടേം ഉണ്ട്. V1 ഉം V2 ഉം എവിടെ കണ്ടാലും നമ്മൾ തൊട്ട് മുമ്പ് ഒരു റിലേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നു? ഈ റിലേഷൻ ബേസ് ചെയ്തിട്ട് V1 എന്ന് പറയുകയാണെങ്കിൽ Q/D1 ഉം V2 എന്ന് പറയുകയാണെങ്കിൽ Q/D2 എന്നാണ്. സോ ആ റിലേഷൻ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കണ്ടോ? V1 V2യുടെ റിലേഷൻ ഇവിടെ കൊണ്ടുപോയി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇതൊരു A² മൈനസ് B² ഫോർമാറ്റിൽ കിടക്കുന്നത്. A² മൈനസ് B² എന്ന് പറഞ്ഞാൽ എന്താണ്? A+B ഇൻറ്റു A മൈനസ് ബി അല്ലേ? സോ അതുകൊണ്ടാണ് A+B ഇൻറ്റു A മൈനസ് ബി ഫോർമാറ്റിൽ എഴുതി. പിന്നെ ഇവിടെ Q കോമൺ ആണ്, ടേക്ക് ഔട്ട് സൈഡ്. സോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കും, D2 മൈനസ് D1 ഡിവൈഡ് ബൈ D1 D2. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്തേക്കുന്ന കാര്യം, ഇവിടെ ഒരു D2 മൈനസ് D1 ഉണ്ട്, ഇവിടെ ഒരു D2 മൈനസ് D1 അല്ലേ? രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, ബാക്കി ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടെ ഒരു റിലേഷൻ കിട്ടും. ഈ റിലേഷൻ നമുക്ക് പിന്നെ വേറൊരു ഡെറിവേഷൻ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്കിത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി എടുക്കാൻ വേണ്ടി ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് രണ്ട് സൈഡിലും D2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇവിടെ D2² വരും, ഇവിടെ D1 D2 വരും, ഇവിടെ എന്ത് വരും? ഇവിടെ D2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ D2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനകത്ത് എക്സിൻ്റെ പ്ലേസിൽ ശ്രദ്ധിച്ച് നോക്കിയറിയാം, എക്സിൻ്റെ പ്ലേസിൽ D2 ആണ്. ഓക്കെ. x² പ്ലസ് BX പ്ലസ് C ആ ഒരു ഫോർമാറ്റിലാണ്, ഈസ് ഈക്വൽ ടു 0 ഫോർമാറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇതിന് ഈ ഒരു സൊല്യൂഷൻ, അതായത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിക്കോളാം, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B² മൈനസ് 4AC/2A എന്ന ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ജസ്റ്റ് ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ രണ്ട് റൂട്ട് കിട്ടും, അതിനകത്ത് ഒരു റൂട്ട് മാത്രം സെലക്ട് ചെയ്യുക. കാരണം